നമ്മൾ ഡ്രമ്മിൽ വളരുന്ന പപ്പായ തൈകളാട്ടോ. 2 എണ്ണം ഉണ്ട്. 2 ഞാൻ നട്ടുകൊടുത്തൊന്നുമല്ല, 2 തന്നെ കിളിർത്തതാ. ഇതിൽ ആണാ ഏത് പെണ്ണേത് എന്ന് അറിഞ്ഞിട്ട് വെട്ടിക്കളാന്ന് വിചാരിച്ചു. ഇതുപോലെ ഡ്രമ്മിൽ വളർത്തിയിരിക്കാം. ഡ്രമ്മിൽ റംബൂട്ടാൻ അങ്ങ് ശോഷിച്ചു പോയി. പക്ഷേ ഇതിൽ കാ വരുന്നുണ്ട്, പൂ വരുന്നുണ്ട്. പൂ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഒരെണ്ണം ആണാണെന്ന് തോന്നുന്നു. ഇതിന് വരുമ്പോഴറിയാം ആണാണോ പെണ്ണാണോ. എന്തായാലും ആണാണോ പെണ്ണാണോ തിരിഞ്ഞിട്ട് വെട്ടിക്കളയാന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുക. നല്ല കരുത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. പപ്പായ ആയതുകൊണ്ട് വെട്ടിക്കളയാനും തോന്നുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഹോം ഗ്രോണിൻ്റെ സീഡ്ലെസ് പപ്പായാണ്, പൂവാണ്. അതും ഇടയ്ക്കൊക്കെ അങ്ങ് ശോഷിച്ച് പോയായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും വളർന്നു വരുന്നുണ്ട്. വളക്കുറവുണ്ട്. ഇനി വളമൊക്കെ ചെയ്ത് അത് അവന്മാരെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഡ്രാഗണൊന്നും ഇങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അതും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. 2 എണ്ണം ഞാനത് താഴെ വെച്ചിട്ടുണ്ട്, തറയിൽ തൂണൊക്കെ കൊടുത്ത് നടാൻ വേണ്ടി. ഇത് ഞാൻ വില്ലേജ് അഗ്രോയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു കുഞ്ഞു പേരയാണ്. എത്രയോ 40-50 രൂപയും കൊണ്ടായിരുന്നു. അതിൽ ഒരു കാ പിടിച്ചു കേട്ടോ. നമ്മുടെ പച്ച സാധാരണ നാടനല്ല, കുറച്ചുകൂടി വലിപ്പമുണ്ട്. ഒരു കാ പിടിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരുപാട് തൈയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കായൊക്കെ കിട്ടുമല്ലോ. 1-2 അല്ല, കുറച്ച് വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ പേര. ഇത് നമ്മുടെ വില്ലേജ് അഗ്രോയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. അതാ നല്ല പൊക്കത്തി വരുന്നുണ്ട്. കുറച്ച് കട്ട് ചെയ്ത് വരണം. കട്ട് ചെയ്ത് വിട്ടിട്ട് ഇങ്ങനെ പൊക്കത്തി പോയി. ഇപ്പോൾ അത് ഇതുവരെയും കായൊന്നും പിടിച്ചില്ലായിരുന്നു. ഇപ്പോൾ അതാണ്ട് പൂത്ത് കിട്ടിയിട്ടുണ്ട്. വളമൊക്കെ കൊടുത്ത് റെഡിയാക്കുമ്പോൾ അതും റെഡിയാക്കി കിട്ടും. പിന്നെ നമ്മൾ നടാൻ വാങ്ങിച്ച തക്കാളിയൊക്കെ ഇവിടെ ഇരിക്കുക. പിന്നെ എൻ്റെ അമ്പഴം പിന്നെ പറയേണ്ട കാര്യമല്ല, എപ്പോഴും കായ. അത് ഇതുപോലെ ഡ്രമ്മിൽ നിർത്തിയിരിക്കുക. ഇതാ കാണിച്ചു തരാം. വിളയുന്ന ഞങ്ങളങ്ങ് പറിച്ച് കഴിക്കും. കണ്ടോ, എപ്പോഴും ഇങ്ങനെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. വലുതാവത്തൊന്നുമില്ല. തറയിലൊക്കെ വെച്ചാൽ വലുതാവുമായിരിക്കും. പിന്നെ നമ്മുടെ സീഡ്ലെസ് ലേമ, ഇതിനകത്ത് കണ്ടോ രോഗങ്ങളൊക്കെ വന്നു തുടങ്ങി. അതും ഇങ്ങനെ ഇനി ഇതെനിക്ക് കട്ട് ചെയ്ത് കുറച്ച് കോതി നിർത്തിയിട്ട് വളം കൊടുക്കണം. വളം കൊടുക്കുമ്പോൾ അത് പൂത്ത് കിട്ടും. അതിപ്പോൾ ഏകദേശം 5-6 മാസം ആവാറായി നട്ട് കൊടുത്തിട്ടേ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒടിച്ചൂത്തി ഉണ്ട്. ഒടിച്ചൂത്തി നമ്മളിൽ പുഴുവിൻ്റെ നല്ല ശല്യമാണ്. ഒടിച്ചൂത്തിയും ഒരു ചുവടുണ്ട്. ഞാൻ കാണിച്ചു തരാം പുഴുവിനെ. ഇതാണ്ട, ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു പുഴുവിനെ. ഇതാണ്ട, ഇവനാണ്. ഈ പട്ടാളമാണ് നമ്മുടെ നാരങ്ങയുടെ ഇല, നാരങ്ങ, കറിവേപ്പില, അതൊക്കെയാണ് ഇവൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരം. ഇരിക്കുന്നുണ്ട്, ഫുള്ള് കഴിച്ചു തീർക്കും. നമ്മുടെ ചൈനീസ് ഓറഞ്ചാണ്. ഇതിനകത്തൊക്കെ കണ്ടോ രോഗങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് ശ്രദ്ധിക്കാഞ്ഞുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ. ഇതെല്ലാം ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അഗ്രോ പ്ലസ് ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒരുവിധം ഒന്ന് റെഡിയായി കിട്ടും. ഇത് നമ്മുടെ ചുമന്ന പേര, അത് ഡ്രമ്മിൽ നട്ടിരിക്കുക. ഇതിനകത്ത് 2 പേരയ്ക്ക് പിടിച്ച് കുറച്ച് കിട്ടി കേട്ടോ. അത് കേടായപ്പോൾ ഞാൻ കൂടൊന്നും ഇട്ട് കൊടുത്തില്ലായിരുന്നു. പക്ഷെ നല്ല മധുരമായിരുന്നു. നല്ല ചുമന്ന കളറിൽ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, ചുമന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, അതുപോലെ അത്രയും ചുവപ്പ് വന്നില്ലെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് ഭാഗം കഴിക്കാൻ കിട്ടി. അതും ഇതുപോലെ ഒരു ഡ്രമ്മിൽ നിൽക്കുക. ഇത് ഞാനൊരു 250 രൂപയ്ക്ക് വാങ്ങിച്ചൊരു പേരാണ്. നമ്മുടെ കിലോ പേരാണൊക്കെ നല്ല വലിപ്പം വെക്കുമെന്നാണ് പറഞ്ഞത്. അതും ഇതുപോലെ ഡ്രമ്മിൽ വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്, അതിൽ 1-2 കാ പിടിച്ചിട്ട് പിന്നെ അനക്കമില്ല, അനങ്ങാൻ നിൽക്കുക. ടെറസ് താണ്ടാണ്ടോ ഇങ്ങനെ ലീക്കാവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ താഴെ ഫുള്ള് വെള്ളമാണ്. ഇവിടെ പിന്നെ നമ്മുടെ വെള്ള ഞാവൽ, നമ്മുടെ ചാമ്പയ്ക്ക് ഉമ്മർ ചാമ്പയുണ്ട്. കണ്ടോ, എല്ലാം താണ്ട വെള്ളം വീണ് തൊഴുമ്പോയി കിടക്കുക. പിന്നെ ബേറാപ്പിൾ കണ്ടോ, ബേറാപ്പിൾ ടേസ്റ്റ് ഇല്ലാത്ത ബേറാപ്പിൾ. അത് ബേറാപ്പിൾ കുറച്ച് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ സപ്പോട്ട, കാലാപ്പാടി സപ്പോട്ട, അതൊരു ഡ്രമ്മിൽ നിൽക്കുക. പിന്നെ ഞാനൊരു ഓറഞ്ച് വാങ്ങിച്ചു വെച്ചതാണ്. അത് പക്ഷേ ആദ്യം ഒരു കാ പിടിച്ച്, ഓറഞ്ചല്ല നമ്മുടെ മൊസമ്പി. പിന്നെ എനക്കൊന്നുമില്ല കേട്ടോ. ഇത് താഴെ കുറേ പുല്ലെല്ലാം നിൽപ്പുണ്ട്. അതൊക്കെ എങ്ങനെ ഇറങ്ങി ക്ലീൻ ചെയ്യാനാ, ഷീറ്റിൻ്റെ മേളിലാണ്. പിന്നെ നമ്മുടെ വിയറ്റ്നാം മാൾട്ട, മൊസമ്പി, അതിടയ്ക്ക് ഇങ്ങനെ പൂ വന്നിട്ട് പിന്നെ അങ്ങ് പൊഴിഞ്ഞു പോയി. അതിനകത്ത് കീടശല്യം നന്നായിട്ടുണ്ട്. ഇത് നമ്മുടെ എന്തിനുണ്ടല്ലേ, എന്തോ അതിൻ്റെ പേര്, ബെറാബ.
ബറാബ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരൊക്കെ കാ പിടിക്കത്തില്ല, കാരണം ഞാൻ വളം കൊടുക്കുന്നില്ല. വളം കൊടുക്കാത്തതുകൊണ്ട് ഇതിലൊന്നും കാപിടുത്തമില്ല. വളം ആർക്കും പ്രയോജനമില്ലാത്ത ഈ ബേറാപ്പിളുണ്ടോ, അവൻ നന്നായിട്ട് കാ പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ വെട്ടിക്കളയണം, ഒരു കൊള്ളത്തില്ല, ഒരു കാരണവശാലും കൊള്ളത്തില്ല. അതാ നോക്കും, ചുമ്മാ ഇങ്ങനെ വാടി പോകുന്ന അല്ലാതെ ഒരു പ്രയോജനമില്ല. ഇത്രയൊക്കെ ഉള്ളതാണ് ടെറസിലെ ഫ്രൂട്ട്സൊക്കെ ഞാനിപ്പോൾ നിർത്തി കേട്ടോ. പിന്നെ റംബൂട്ടാനും പിന്നെ എൻ്റെ മൾബറിയും എല്ലാം നിൽപ്പുണ്ടായിരുന്നു ഇവിടെ. അതെല്ലാം ഞാനങ്ങ് താഴെയാക്കി ടെറസിൽ മൊത്തം അങ്ങ് പച്ചക്കറിയാക്കി. നമുക്കൊരു കുറച്ച് നമ്മുടെ ഒരു ആവശ്യത്തിന് കിട്ടും, അത്രയേ ഉള്ളൂ. തറയെ വെക്കുന്ന നേട്ടം നല്ലത്, ഒരുപാട് കിട്ടും. താഴെ എനിക്ക് മുള്ളാത്തയുണ്ട്, നമ്മുടെ റംബൂട്ടാൻ ഉണ്ട്. റംബൂട്ടാൻ 3 മരമുണ്ട്. പിന്നെ പേരയുണ്ട്, ഒരുപാട് ഫ്രൂട്ട്സ് താഴെ നിൽപ്പുണ്ട്. മൾബറി അങ്ങനെ കുറേ താഴെ നിൽപ്പുണ്ട്. മുള്ളാത്തയുണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ. ചെറിയൊരു വീഡിയോ. ഇനി നാളെ ഇതിൽ ഞാൻ കൊടുക്കുന്ന ഒരു വളക്കൂട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. വളം നാളെ ഞാൻ ഇതിന് കൊടുക്കുന്ന വളത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ ബായ്. താഴത്തെ വ്യൂ ഒന്ന് കാണിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വാഴ നിൽപ്പുണ്ട്. വാഴ കൊലച്ച്, ഇത് നമ്മുടെ മഞ്ചേരിക്കുള്ളനാ. പിന്നെ ദാണ്ടെ കറിവേപ്പുണ്ട്. ഞാൻ ഡ്രം എടുത്തിരിക്കുന്നുണ്ട്. ആ ഡ്രമ്മിൽ വെച്ച് വളർത്തിയ കറിവേപ്പ, അതിപ്പോൾ ഞാൻ കൊണ്ടങ്ങ് താഴെ നട്ട്. പിന്നെ നമ്മുടെ ഒടിച്ചൂത്തി നാരകം, വാഴ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങോട്ടെല്ലാം കടുപിടിച്ചെടുക്കുക. പിന്നെ മഴയാണ്ട് കേട്ടോ വെളിയോട്ട് ഇറങ്ങാത്ത. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, കോവൽ കുറേ നിൽപ്പുണ്ട്. പിന്നെ ഞാവൽ, ചീനിക്കമ്പ് കുറേ, പുളിയുണ്ട്. പുളി ഞാൻ ബഡ് ചെയ്ത പുളിയാണ് മേടിച്ച് വെച്ചത്. പിന്നെ മുള്ളാത്ത, വാഴ, റംബൂട്ടാൻ 2-3 ടൈപ്പുണ്ട്. മൾബറി ഇതുകൊണ്ടാ, സപ്പോർട്ടൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടാ. ഇതൊക്കെ നമ്മുടെ താഴത്തെ വ്യൂ ആണ്. പിന്നെ 1-2-3 തെങ്ങുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളു. ടാറ്റ ബായ്.